നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് സ്പെയിൻ ദേശീയ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മത്സരം പോലും പരാജയപ്പെടാതെ യൂറോ കപ്പ് സ്വന്തമാക്കാൻ സ്പെയിനിന് കഴിഞ്ഞിരുന്നു. അതിനുശേഷവും ആ ഒരു മികവ് തുടരാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 നേഷൻസ് ലീഗ് മത്സരങ്ങളാണ് അവർ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഡെൻമാർക്കാണ് സ്പെയിനിൻ്റെ എതിരാളികൾ. ഒക്ടോബർ 13 അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:15 ഈ ഒരു മത്സരം നടക്കുക. അതുപോലെ തന്നെ ഒക്ടോബർ 16 സ്പെയിനും സെർബിയയും തമ്മിലുള്ള മത്സരം 12:15 തന്നെയാണ് അരങ്ങേറുന്നത്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ അവരുടെ പരിശീലകനായ ലാ ഫുവൻ്റെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. FC ബാഴ്സലോണയുടെ താരങ്ങളുടെ ഒരു ആധിപത്യം നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലാമിൻ യമാലിനെ പോലെയുള്ള യുവതാരങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. സ്പെയിനിൻ്റെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ഡേവിഡ് റയ, അലക്സ് റമീറോ, റോബർട്ട് സാഞ്ചസ് എന്നിവരാണ് വരുന്നത്. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡാനി കാർവഹൽ, മിംഗേസ, വിവിയൻ ലപ്പോർട്ട്, പൗ ടോറസ്, കുബാർസി, കുക്കുറയ്യ, ഗ്രിമാൽഡോ, പെഡ്രോ പോറോ എന്നിവർ വരുന്നു. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുബിമെൻഡി, മെറീനോ, ഫാബിയാൻ, അതുപോലെ തന്നെ പെഡ്രി, അലക്സ് ഗാർഷ്യ, അലക്സ് ബൈന എന്നിവരാണ് വരുന്നത്. മുന്നേറ്റ നിരയിൽ ആൽവരോ മൊറാറ്റയുണ്ട്, ലാമിൻ യമാലുണ്ട്, ഫെറാൻ ടോറസ് ഉണ്ട്, നിക്കോ വില്യംസ് ഉണ്ട്, യെറമിയുണ്ട്, ഒയർസബാലുണ്ട്, ഹൊസേലു ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ സ്പെയിനിൻ്റെ ഒരു സ്ക്വാഡ് വരുന്നത്. ഏതായാലും കാര്യമായ മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല. ആ ഒരു യൂറോ കപ്പ് നേടിയ സ്ക്വാഡ് തന്നെയാണ്, ഏറെക്കുറെ ആ ഒരു സ്ക്വാഡ് തന്നെയാണ് ഇപ്പോഴും ലാ ഫുവൻ്റെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനം സമീപകാലത്ത് സ്പെയിൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ഒരു പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്താണ് സ്പെയിൻ ഉള്ളത്. 1-ാം സ്ഥാനത്ത് 2 മത്സരങ്ങളും കളിച്ച് ഡെൻമാർക്ക് വരുന്നു. ഒരു വിജയവും ഒരു സമനിലയുമായി സ്പെയിൻ 4 പോയിന്റോടെ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.